നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ചിക്കൻ കറി. കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. സവാള ഒരു 4 ഇടത്തരം സവാള എടുത്ത് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പൊടികൾ: കാശ്മീരി ചില്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ, ചതക്കാൻ വേണ്ടി ഇഞ്ചി 3 കഷ്ണം, വെളുത്തുള്ളി 1 കുടം, 1 പച്ചമുളക്, ഒരു 30-35 അല്ലി ചുവന്നുള്ളി. ഇത്രയുമാണ് ചതക്കാൻ വേണ്ടി. തക്കാളി 2 എണ്ണം, കറിവേപ്പില 1 പച്ചമുളക്, അത് താളിക്കുമ്പോൾ ഇടാൻ, മല്ലിയില 1 പിടി, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ. ഇത്രയാണ് ആവശ്യം. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചു കൊണ്ടുവരാം. ഇവിടെ ജാറിൽ ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, 1 പച്ചമുളക് ഇത്രയും ചതക്കാൻ എടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇവ ചതച്ചെല്ലാം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ കറി വെക്കുന്നതിന് വേണ്ടി 1 ഉരുളി അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ സവാള ഇട്ടിരിക്കുന്നു. സവാള നല്ല മൂത്ത് വരുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം സവാള മൂത്ത് വരുന്നതിന്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. സവാളയുടെ നിറം നല്ലവണ്ണം മാറുന്നത് വരെയും വഴറ്റുക. സവാള നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇത്രയും അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ഇത് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെയും വഴറ്റുക. നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂക്കുന്നതിൻ്റെ. നല്ല രുചിയുള്ള ചിക്കൻ കറിയാണിത്. നെയ്ച്ചോറിൻ്റെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. എല്ലാവരും ചെയ്തു നോക്കണം. പച്ചമണം മാറുന്നത് വരെയും നല്ലവണ്ണം വറുത്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. നല്ലപോലെ ഇളക്കി കൊടുക്കും. പൊടികളുടെയും എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കും. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില, അരിഞ്ഞു വെച്ച തക്കാളി കറിയിട്ട്, കുറച്ച് ഉപ്പ്. നേരത്തെ ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി ഞാൻ ഉപ്പ് ഇട്ടിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഇച്ചിരി നേരം തക്കാളി വേകുന്നതിന് വേണ്ടി അടച്ചു വെക്കുക.
മസാലയുടെ പച്ചമണമെല്ലാം മാറി നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചി ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കൻ ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക. ഒരു 20 മിനിറ്റ് വേവാൻ വേണ്ടി അടച്ചു വെക്കുക. നല്ല രുചിയുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചിയെല്ലാം നല്ല വെന്തിട്ടുണ്ട്. നല്ല എണ്ണയും തെളിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില വിതറുക, ഗാർണിഷ് ചെയ്യുക. ഒരു 5 മിനിറ്റും കൂടി നല്ലപോലെ തുറന്ന് വെച്ച് തിളപ്പിച്ചതിന് ശേഷം കറി അടുപ്പിൽ നിന്ന് ഇറക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. അടുപ്പിൽ നിന്നും കറി ഇറക്കി. ഈ ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിനു ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.